നമസ്കാരം, വ്യൂ പോയിന്റിലേക്ക് സ്വാഗതം. ഫോൺ നമ്മുടെ കയ്യിലാണ്. ഇൻ്റർനെറ്റ് നമ്മൾ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിയതുമാണ്. പക്ഷെ അതിൽ നമ്മൾ എന്ത് കാണണം, ഭരണകൂടത്തോട് എന്ത് ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, ഡൽഹിയിലെ ഏതോ മുറിയിലിരിക്കുന്ന അൽഗോരിതങ്ങളാണ്. കഴിഞ്ഞ 5 മാസത്തിനിടെ മാത്രം നമ്മുടെ രാജ്യത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും കേന്ദ്ര സർക്കാർ നീക്കം ചെയ്യിപ്പിച്ചത് എത്ര പോസ്റ്റുകളാണെന്നോ? ഏകദേശം 2 ലക്ഷത്തോളം. അതായത് ഒരു ദിവസത്തിൽ ശരാശരി 1275 പോസ്റ്റുകൾ. ഇനിയും ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ ഈ വീഡിയോ കണ്ടു തീർക്കുന്ന സമയം കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ ഒരു ഭരണകൂട വിരുദ്ധ പോസ്റ്റെങ്കിലും അപ്രത്യക്ഷമായിട്ടുണ്ടാകും. ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ചെങ്കോട്ടയുടെ കൊത്തളത്തിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പ്രസംഗത്തിൽ ഉടനീളം രാജ്യത്തെ യുവാക്കളെ വാനോളം പുകഴ്ത്തിയത്. പരീക്ഷാ കോച്ചിങ്ങുകളുടെ സാമ്പത്തിക ഭാരം താങ്ങാനാവാത്ത ഇടത്തരക്കാരായ വിദ്യാർത്ഥികൾക്കായി രാജ്യത്തെ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സൗജന്യ ഓൺലൈൻ കോച്ചിംഗ് കൊണ്ടുവരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. യുവാക്കൾക്ക് കുറഞ്ഞ ചെലവിൽ ഡാറ്റ നൽകി ഡിജിറ്റൽ ഇന്ത്യ അവരെ ശാക്തീകരിച്ചുവെന്നും അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞു. പക്ഷേ എന്തൊരു വൈരുദ്ധ്യമാണെന്ന് നോക്കൂ. പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്കെതിരെയും അഴിമതിക്കെതിരെയും ഡൽഹി ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയ അതേ കാലയളവിലാണ് ഈ ഡിജിറ്റൽ ശുദ്ധീകരണവും നടന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾ ക്യാമറയും പൂഴ്ത്തി പ്രക്ഷോഭത്തെ അവഗണിച്ചപ്പോൾ സാധാരണ വിദ്യാർത്ഥികൾ തങ്ങളുടെ അവകാശങ്ങൾക്കായി സത്യം വിളിച്ചു പറഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെ ആയിരുന്നു. ആ നാക്കുകളെയാണ് ഭരണകൂടം ഡിജിറ്റൽ പൂട്ടിയത്. പഠിക്കാൻ ഇന്റർനെറ്റും സൗജന്യ കോച്ചിങ്ങും നൽകുന്ന അതേ സർക്കാർ തന്നെ പരീക്ഷാ തട്ടിപ്പിലെ അനീതിക്കെതിരെ ഇതേ ഇന്റർനെറ്റിലൂടെ യുവാക്കൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെ നിശബ്ദരാക്കുന്നു. ഇതിലും വലിയ വൈരുദ്ധ്യം മറ്റെന്താണ്? പ്രസംഗത്തിൽ പ്രധാനമന്ത്രി മറ്റൊരു വാക്കുകൂടി ഉപയോഗിച്ചു: ദിമാഗി നക്സൽ അഥവാ മാനസിക നക്സലിസം. വനാന്തരങ്ങളിലെ സായുധ നക്സലുകൾ ഇല്ലാതായെങ്കിലും മനസ്സിൽ അരാജകത്വം സൂക്ഷിക്കുന്ന ഇത്തരം ദിമാഗി നക്സലുകളെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തണമെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. യഥാർത്ഥത്തിൽ ആരാണ് ഈ ദിമാഗി നക്സലുകൾ? ഭരണകൂടത്തിന്റെ വീഴ്ചകളെയും പരീക്ഷാ തട്ടിപ്പുകളെയും ചോദ്യം ചെയ്യുന്ന സാധാരണ വിദ്യാർത്ഥികളാണോ? അവരെ വേട്ടയാടാനാണോ ഈ പുതിയ മുദ്രകുത്തൽ? ഈ സെൻസർഷിപ്പിന് പിന്നിലെ നിയമവിരുദ്ധമായ ചതി നമ്മൾ മനസ്സിലാക്കണം. സാധാരണയായി ഒരു പോസ്റ്റ് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ IT നിയമത്തിലെ സെക്ഷൻ 69A പ്രകാരം കൃത്യമായ സമിതി പരിശോധന വേണം. എന്നാൽ സർക്കാർ ഇവിടെ ഉപയോഗിച്ചത് എളുപ്പവഴിയായ സെക്ഷൻ 79(3)B അഥവാ സേഫ് ഹാർബർ നിയമമാണ്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹയോഗ് പോർട്ടൽ വഴി മെറ്റയ്ക്കും യൂട്യൂബിനും കൂട്ടത്തോടെ നോട്ടീസ് അയക്കുന്നു. ഇന്ത്യയിലെ ബിസിനസ് നഷ്ടപ്പെടാതിരിക്കാൻ ഒരു മനുഷ്യപരിതമായ പരിശോധന പോലുമില്ലാതെ അൽഗോരിതം വഴി അവർ പോസ്റ്റുകൾ നിമിഷങ്ങൾക്കുള്ളിൽ ഡിലീറ്റ് ചെയ്യുന്നു. ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണ്. തൊഴിലില്ലായ്മയെക്കുറിച്ചും പരീക്ഷാ തട്ടിപ്പുകളെക്കുറിച്ചും യുവാക്കൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായി ചിത്രീകരിക്കുന്നതും അൽഗോരിതങ്ങൾ കൊണ്ട് ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതും ഒരു ജനാധിപത്യത്തിനും നല്ലതല്ല. ഓർക്കുക, ഫ്രീ ഓൺലൈൻ കോച്ചിങ്ങും ഡിജിറ്റൽ കണക്കെടുപ്പിലെ പങ്കാളിത്തവും നൽകി യുവാക്കളെ സന്തോഷിപ്പിക്കാൻ നോക്കുമ്പോഴും അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന നാക്കുകളെ അൽഗോരിതങ്ങൾ കൊണ്ട് നിശബ്ദമാക്കാൻ നോക്കിയാൽ പുതിയ ഡിജിറ്റൽ വഴികളിലൂടെ ജനങ്ങൾ ഇനിയും സംസാരിക്കുക തന്നെ ചെയ്യും. കാരണം അധികാരത്തിന്റെ തണലിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാകാനാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. ഭരണാധികാരികൾക്ക് കൈയടിക്കാനല്ല. എന്നാൽ ഈ ഡിജിറ്റൽ പൂട്ടുകൾക്ക് പുറമെയാണ് അധികാര കസേരകളിൽ ഇരിക്കുന്നവരുടെ തരംതാണ പരിഹാസങ്ങൾ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മിടുക്കരായ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിൽ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ പ്രസംഗിക്കാനെത്തി. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമര പശ്ചാത്തലത്തെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം വിദ്യാർത്ഥികളോട് ചോദിച്ചു: നിങ്ങൾ പാറ്റകളാണോ? ഉച്ചത്തിൽ പറയൂ, നിങ്ങൾ പാറ്റകളല്ലെന്ന്. പക്ഷേ അവിടെയാണ് ഈ പുതിയ തലമുറയുടെ രാഷ്ട്രീയം നമ്മൾ കണ്ടത്. വൈസ് ചാൻസലർ ആവർത്തിച്ച് ചോദിച്ചിട്ടും ആ ഹാളിലുണ്ടായിരുന്ന 100 കണക്കിന് വിദ്യാർത്ഥികൾ കനത്ത നിശബ്ദത പാലിച്ചു. ഒരൊറ്റ വിരൽ പോലും
അവർ അനക്കിയില്ല. ഒടുവിൽ അപമാനിതനായ VC-ക്ക് നിങ്ങൾ ചായ കുടിച്ചില്ലേ, ഉച്ചഭക്ഷണം കഴിച്ചില്ലേ എന്ന് ചോദിച്ച് തടിയൂരേണ്ടി വന്നു. നിങ്ങൾ പാറ്റയാണോ സിംഹമാണോ? സംശയമുണ്ടോ? ചെറിയൊരു സംശയമുണ്ടോ? പാറ്റ അല്ല എന്ന് പറയുന്നവരല്ല എന്നൊന്ന് ഉറച്ചു പറഞ്ഞേ. നിങ്ങൾ പാറ്റയാണോ കോക്രോച്ചാണോ അല്ല എന്നുള്ളവർ ഒന്ന് ഉറച്ചു പറഞ്ഞേ. എനിക്ക് സംശയമായിട്ട് ചിലപ്പോഴും പാറ്റയാണോ ആണോ? ആ മിടുക്കി പറഞ്ഞു. ബാക്കി എല്ലാരും കൂടെ ഉറച്ചു പറഞ്ഞു. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞു അല്ല എന്ന്. പോരാ പോരാ, ശബ്ദം പോരാ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലേ? ചായ കിട്ടിയല്ലോ. നിങ്ങൾ ഈ രാജ്യത്തിന്റെ കരുത്തായ സിംഹങ്ങളാണ്, ദുർഗാദേവികളാണ്. ഭരണകൂടത്തിന്റെ വിടുപണി ചെയ്യുന്നവർക്ക് നേരെ പുതിയ തലമുറ നൽകിയ ഏറ്റവും ശക്തമായ അടിയായിരുന്നു ആ നിശബ്ദ പ്രക്ഷോഭമെന്ന് അധികാരത്തിന്റെ തിമിരബാധയേറ്റ ഭരണാധികാരികളെ നിങ്ങൾ ഓർക്കുക. ചരിത്രത്തിൽ ഒരു ഫാസിസവും തോറ്റിട്ടുള്ളത് ആയുധങ്ങൾ കൊണ്ടല്ല, യുവാക്കളുടെ ചോദ്യങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് 2 ലക്ഷമല്ല 20 ലക്ഷം പോസ്റ്റുകൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്താലും, ഞങ്ങളുടെ അക്കൗണ്ടുകൾ പൂട്ടി നാട് കടത്തിയാലും, വിദ്യാർത്ഥികളെ നോക്കി പാറ്റകളെന്ന് വിളിച്ച് ആക്രോശിച്ചാലും ഈ തലമുറയുടെ വിരലുകൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങളുടെ ഡിജിറ്റൽ അൽഗോരിതങ്ങൾക്ക് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ VC-മാരുടെ മുന്നിൽ വിറയ്ക്കാത്ത, ചെങ്കോട്ടയിലെ തിട്ടൂരങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാത്ത ഈ യുവത്വത്തിന്റെ നെഞ്ചിലെ വിപ്ലവത്തിന്റെ തീപ്പൊരികളെ കെടുത്താൻ നിങ്ങളുടെ ഒരു പോർട്ടലിനും ഇനി കഴിയില്ല. നിങ്ങളുടെ ചെങ്കോട്ടയിലെ അധികാര ഗർവുള്ള അൽഗോരിതങ്ങളെയല്ല, തെരുവിൽ വിദ്യാർത്ഥികൾ ഉയർത്തുന്ന ഈ ജനാധിപത്യ നിശബ്ദതയാണ് ഇന്ത്യയുടെ നാളെയെ നിർണ്ണയിക്കുക. തോറ്റ ചരിത്രം ഭരണകൂടങ്ങൾക്കേ ഉള്ളൂ, ചോദ്യം ചോദിക്കുന്ന ജനതയ്ക്കില്ല. ഡിജിറ്റൽ യുഗത്തിലും ചോദ്യങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഈ പോസ്റ്റ് മുക്കിയില്ലെങ്കിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ജയ് ഹിന്ദ്.